അപ്പൊ നബി മരിച്ചില്ലേ? നബി വഫാത്തായ ദിവസം കൂടിയല്ലേ അത്? അതൊന്നുകൂടെ ആവർത്തിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വഫാത്ത് ആചരണം, ദുഃഖാചരണം എന്ന് പറയുന്നത് ശറഇൽ 3 ദിവസമാണ് ശറ അനുവദിച്ചത്. 3 ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖ ആചരണം, ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും. പക്ഷേ ദുഃഖാചരണം, ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി 3 ദിവസമാണ് മഅ്സം. അത് കഴിഞ്ഞാൽ മഅ്സമില്ല. പക്ഷേ സന്തോഷത്തിന് അതിരുകൾ അല്ലാഹു വെച്ചില്ല. അതുകൊണ്ട് നബി തങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ മഹാന്മാരുടെയൊക്കെ വഫാത്താണല്ലോ ആചരിക്കുക. നബി തങ്ങളുടെ ജന്മം മുബാറക്കായ ജന്മമാണ്. ഒരു മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ്. അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവർ വഫാത്താകുമ്പോഴാണ് ഒരു മഹാനെ നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാത്താണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് അങ്ങനെയാണോ? നബിയെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അങ്ങ് ത്വയ്യിബല്ലയോ നബിയെ എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് സുദീഖതങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ? വഫാത്തും ജീവിതവും എല്ലാം അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ അനുഗ്രഹമല്ലേ? എല്ലാറ്റിലും അനുഗ്രഹമുണ്ടല്ലോ, എല്ലാറ്റിലും അനുഗ്രഹമുണ്ട്. ഹയാതി ഖൈറുൽ ലക്കും വവഫാതി വമമാതി ഖൈറുൽ ലക്കും. അതുകൊണ്ട് ഇമാം ബൈഹഖി തങ്ങൾ നമ്മുടെ മദ്ഹബിലെ ഇമാം ശാഫിഈ തങ്ങളെ സംബന്ധിച്ച് ഉദ്ധരിച്ചത്